ബൂത്ത് നമ്പർ 88 പോകേണ്ടതുണ്ട്. അവിടെയാണ് ഡോക്ടർ പി സരിന് വോട്ടുള്ളത്. അവിടെ രാവിലെ തകരാറുണ്ടായിരുന്നു. വോട്ടിംഗ് മെഷീനിൽ ഡിസ്പ്ലേ വർക്ക് ചെയ്യാതെ തകരാറുണ്ടായിരുന്നു. വോട്ടെടുപ്പ് തുടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അവിടേക്ക് ഇപ്പോൾ ഈ സാങ്കേതിക തകരാറെല്ലാം പരിഹരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശാന്തകുമാർ വെള്ളാലത്തുണ്ട്. ശാന്തകുമാർ, എല്ലാം പരിഹരിച്ചു കഴിഞ്ഞോ? തീർച്ചയായും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ VVPAT മെഷീനുമായി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. 88 നമ്പർ ബൂത്തിലാണ്, അതായത് ഇടത് സ്ഥാനാർത്ഥി സരിൻ വോട്ട് ചെയ്യുന്ന, അദ്ദേഹത്തിൻ്റെ ഭാര്യയും വോട്ട് ചെയ്യുന്ന 88 നമ്പർ ബൂത്ത് ട്രൂ ലൈൻ പബ്ലിക് സ്കൂളിലെ 88 നമ്പർ ബൂത്തിലാണ് രാവിലെ 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കാൻ കഴിയാതെ വന്നത് ഈ മെഷീൻ തകരാറ് കാരണം. അവ ഉടൻ തന്നെ സ്ഥാനാർത്ഥി ക്യൂ നിൽക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം അകത്ത് കയറി അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. അപ്പോഴാണ് VVPAT മെഷീനിലെ ബാറ്ററിക്ക് തകരാറുണ്ട് എന്നുള്ള ഒരു ഡിസ്പ്ലേ അതിനകത്ത് കാണിക്കുന്നതായി സരിൻ തന്നെ നമ്മോട് പുറത്തു വന്ന് പറഞ്ഞത്. അതിൽ ആവലാതി ഇല്ല എന്ന് തന്നെ സരിൻ പറയുകയുണ്ടായി. എന്തായാലും സരിൻ വോട്ട് ചെയ്യേണ്ട പോളിംഗ് ബൂത്തിൽ രാവിലെ വോട്ടിംഗ് തടസ്സപ്പെട്ടു. വലിയ ക്യൂ ഉണ്ട്, ഏകദേശം ഒരു 100ഓളം പേർ ഈ 88 നമ്പർ ബൂത്തിൽ ഇപ്പോൾ ക്യൂ നിൽക്കുന്നുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെ ക്യൂ നിൽക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേക ക്യൂ ഉണ്ടെങ്കിലും വലിയ നിര തന്നെ രാവിലെ തന്നെ 88 നമ്പർ ബൂത്തിലും 89 നമ്പർ ബൂത്തിലുമുണ്ട്. 89 നമ്പർ ബൂത്തിൽ പോളിംഗ് തടസ്സങ്ങളൊന്നുമില്ല. അത് 7 മണിക്ക് തന്നെ ആരംഭിച്ചു. ഏകദേശം 20 മിനിറ്റോളം 20 മിനിറ്റിന് ശേഷമാണ് ഇവിടെ 88 നമ്പർ ബൂത്തിൽ പുതിയ മെഷീൻ എത്തിയിരിക്കുന്നത്. അവ ഉടൻ പരിഹരിക്കാനുള്ള ശ്രമം തന്നെയാണ് അവിടെ തുടരുന്നത്. അതിനധികം താമസമുണ്ടാവില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. സേതു, എന്തായാലും 88 നമ്പർ ബൂത്തിൽ പോളിംഗ് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അവ ഉടൻ പരിഹരിച്ച് പോളിംഗിലേക്ക് ആരംഭിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥരും പോളിംഗ് ഉദ്യോഗസ്ഥരും എല്ലാം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. സേതു, 88 നമ്പർ ബൂത്തിലാണ് ഡോക്ടർ പി സരിനും ഭാര്യ സൗമ്യ സരിനും വോട്ടുള്ളത്. ഈ ബൂത്തിൽ ഇനിയും വോട്ടെടുപ്പ് തുടങ്ങിയിട്ടില്ല. വോട്ടിംഗ് മെഷീൻ VVPAT മെഷീനിൽ ഡിസ്പ്ലേക്ക് തകരാറുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. തുടർന്ന് അവിടെ ഇപ്പോൾ വോട്ടിംഗ് യന്ത്രം മാറ്റിവയ്ക്കുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ വോട്ടിംഗ് ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ മാത്രമല്ല, ഈ 88 നമ്പർ ബൂത്തിൽ മാത്രമല്ല, 116 ബൂത്ത് നമ്പർ 116 കല്ലേക്കാട് ബ്ലോക്ക് ഓഫീസിലും വോട്ടിംഗ് വൈകുന്നുണ്ട്. അവിടെയും വോട്ടിംഗ് മെഷീന് തകരാറുണ്ടെന്ന് നമ്മുടെ പ്രസാദ് ഉറുമ്പശ്ശേരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മുഴുവൻ 184 ബൂത്തുകളാണ്. ഈ 184 ബൂത്തുകളിൽ ഇതുവരെ 172 ബൂത്തുകളിലാണ് വോട്ടിംഗ് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 12 ബൂത്തുകളിൽ ഇപ്പോഴും പോളിംഗ് വൈകുന്നുണ്ട്. അതിലൊന്ന് കല്ലേക്കാട് ബ്ലോക്ക് ഓഫീസ് ബൂത്ത് നമ്പർ 116 മറ്റൊന്ന് ഡോക്ടർ സരിൻ വോട്ട് ചെയ്യുന്ന 88 നമ്പർ ബൂത്താണ്. ഇതിന് പുറമെ ഇത് രണ്ടും കൂടി ഉൾപ്പെടെ 12 ബൂത്തുകളിൽ ഇപ്പോൾ നിലവിൽ വോട്ടെടുപ്പ് വൈകുന്നുണ്ട്. പ്രസാദ് ഉറുമ്പശ്ശേരിയോട് നമുക്കിപ്പം പ്രസാദ്, ഈ കല്ലേക്കാട് വോട്ടിംഗ് മെഷീൻ പുനഃസ്ഥാപിക്കുന്നുണ്ടോ, മാറ്റിവെക്കുന്നുണ്ടോ, എന്താണ് അവിടെ നടക്കുന്നത്? ലക്ഷ്മി, കല്ലേക്കാട് ഉൾപ്പെടെ വോട്ടിംഗ് വൈകുന്ന 12 ബൂത്തുകളിലും യന്ത്ര തകരാറ് തന്നെയാണ്. അത് പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവിടെ വോട്ടിംഗ് ആരംഭിക്കാൻ കഴിയുമെന്നതാണ് പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും 172 ബൂത്തുകളിൽ ഇപ്പോൾ വോട്ടിംഗ് തുടങ്ങി. എല്ലായിടത്തും വലിയ ജനപങ്കാളിത്തം രാവിലെ മുതൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ബൂത്തുകൾ ഉൾപ്പെടെ രാവിലെ മുതൽ തന്നെ ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. 10 മണിക്ക് മുമ്പായി സാധാരണഗതിയിൽ പാലക്കാടിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് രാവിലെ 9 മണിക്ക് മുമ്പായി വലിയ തിരക്കുകൾ ബൂത്തുകളിൽ ഉണ്ടാവുകയും പിന്നീട് ഉച്ചയ്ക്ക് ശേഷമാണ് തിരക്ക് വീണ്ടും കാണുക. അതായത് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ചില ആളുകൾ അവസരമുള്ള ആളുകൾ വോട്ട് ചെയ്തു പോകും. പിന്നീട് വൈകിട്ടായിരിക്കും വന്ന് വോട്ട് ചെയ്യുക. എന്തായാലും നമുക്കിവിടെ കാത്തിരിക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്പർ 73-ലാണ്. പക്ഷേ ഇവിടെ വളരെ സദൃശ്മി, പാലക്കാട് ചൂട് ഇത്തവണ, അതായത് മറ്റ് സാധാരണഗതിയിൽ ഏപ്രിൽ മാർച്ച് മാസങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് കടുത്ത ചൂടുണ്ടാകാറുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് ഇത്തവണ അങ്ങനെ ഒരു വലിയ ചൂട് എന്നൊന്നും പറയാൻ കഴിയില്ല. അത് വോട്ടർമാരെ, അതായത് ഈ പകൽ മാറി നിൽക്കാൻ കഴിയുന്ന അത്ര ചൂടൊന്നും നിലവിൽ പാലക്കാടില്ല. അതുകൊണ്ട് നമുക്കത് അങ്ങനെ പറയാൻ പറ്റില്ല. വലിയ തോതിലുള്ള പോളിംഗ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ചേലക്കരയിലും വയനാടും പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിൽ പോലും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം 3 മുന്നണികൾക്കും ഒരുപോലെ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നൊരു മണ്ഡലമായതുകൊണ്ട് തന്നെ അവരുടെ അനുഭാവികളെ മുഴുവൻ ആളുകളെയും വോട്ട് ചെയ്യിപ്പിക്കാൻ പോളിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ദൗത്യം തന്നെയാണ് ഓരോ തലത്തിലും ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന അവരുടെ പ്രവർത്തകർക്കുള്ളത്. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളെയും ബൂത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ പാലക്കാടിന് പുറത്ത് ജോലി ചെയ്യുന്ന ഇവിടെ വോട്ടുള്ള ആളുകൾക്ക് ഇവിടേക്ക് വരുന്നതിന് വേണ്ടി വാഹന സൗകര്യം ഉൾപ്പെടെ ആളുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. BJP എല്ലാം ബാംഗ്ലൂരിൽ നിന്നുമെല്ലാം ആളുകളെ കൊണ്ടുവരുന്നതിന്, അതായത് ഇന്ന് വോട്ട് ചെയ്യുക, ഇന്ന് രാത്രി തന്നെ അവരെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് തിരിച്ചെത്തിക്കുക എന്ന രീതിയിലുള്ള
രീതിയിലുള്ള ക്രമീകരിച്ചുകൊണ്ട് വാഹനങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മറ്റ് മുന്നണികളും ഇതിന് സമാനമായതാണ്. അപ്പോൾ അത്രത്തോളം വാശിയേറിയ മത്സരം നടക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്ന ബൂത്തിൽ പക്ഷേ നമുക്ക് തിരക്ക് കാണാൻ കഴിയില്ല. കാരണം ഇവിടെ വളരെ കുറഞ്ഞ വോട്ടാണുള്ളത്. 430 വോട്ടർമാരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ആകെ 3 പേരെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. മറ്റുള്ള ആൾ അകത്തേക്ക് കയറിപ്പോയി.